ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമ്മുടെ മൊബൈൽ ഫോണിനെ മൾട്ടി ടാസ്കറായിട്ട് എങ്ങനെ ഉപയോഗിക്കാം? TIPTOK Tips and Talk Complete Useful Channel. ഹലോ ഫ്രണ്ട്സ്, ടിപ്ടോക്ക് മലയാളം എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുത്തൻ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇതെന്ന് തന്നെയാണ്. ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമ്മുടെ മൊബൈൽ ഫോണിനെ മൾട്ടി ടാസ്കറായിട്ട് അഥവാ രണ്ട് സ്ക്രീനിലായിട്ട് രണ്ട് പ്രോഗ്രാമുകൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം. അതിനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിനായി പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലുള്ള ഒരു സെറ്റിങ്സ് ആണ്. ആ സെറ്റിങ്സ് ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുന്നു. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യുക. നമ്മൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. റീസെൻ്റ് യൂസ് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ താഴെയായി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 വരകൾ കാണാൻ പറ്റും. പല മൊബൈലിലും പല രീതിയിലായിരിക്കും. ചിലതിൽ 3 ഡോട്ടുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, എന്തായാലും അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ റീസെൻ്റായിട്ട് ഏതാണ് ഉപയോഗിച്ചത് അത് ഇവിടെ വരും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ കണ്ട ഫേസ്ബുക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുന്നതിലാണ് ഇതിൽ നമ്മുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മളെ ഈ ഫേസ്ബുക്ക് നിങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഏത് ആപ്ലിക്കേഷനാണോ അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമാണോ അതിൻ്റെ മുകൾ ഭാഗത്തായി നമ്മൾ ലോങ് പ്രസ് ചെയ്യുക. മുകൾ ഭാഗത്തെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ആ സെൻറ്റർ ഭാഗത്ത് ആ എഫ് എന്ന് എഴുതിയിരിക്കുന്നത് അത് ഏതാണോ, ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ ആ വാട്സപ്പിൻ്റെ ആ സെൻറ്റർ ഭാഗത്തായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്കാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ആ എഫ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇങ്ങനെ ഒരു പുതിയ 3-4 മെസ്സേജ് വരുന്നുണ്ട്. അത് രണ്ടാമതായി കാണുന്ന ഓപ്പൺ ഇൻ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ എന്നുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വന്നു. ശേഷം നമ്മൾ നേരെ നമ്മുടെ മൊബൈലിൻ്റെ ഹോം സ്ക്രീനിലേക്ക് പോയി അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഉദാഹരണത്തിന് ഞാനിവിടെ വാട്സപ്പ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തു. അപ്പോൾ വാട്സപ്പ് എൻ്റെ താഴെ വാട്സപ്പ്, മുകളിൽ എൻ്റെ ഫേസ്ബുക്ക്, 2 ആപ്ലിക്കേഷൻ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. മുകളിൽ ഞാൻ ഫേസ്ബുക്കിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും, ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റും. താഴെ വാട്സപ്പ്, ആർക്ക് വേണമെങ്കിലും നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും, എന്ത് വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിമ്പിൾ ടെക്നിക്ക്. ഈസിയാണ്. ഇത് നോക്കൂ, മുകളിൽ വീഡിയോ വാട്സപ്പിലെ ഫേസ്ബുക്കിലെ വീഡിയോസ് വേണമെങ്കിൽ അത് കാണാം, താഴെ നമുക്ക് ചാറ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ടെക്നിക്കാണിത്. ആർക്കും എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, ആർക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതല്ല, ഇതിപ്പോൾ നമുക്ക് വാട്സപ്പിന് പകരം വേറെ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം ഈസി ആയിട്ട്. അതിനുശേഷം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് കാണുന്ന ആ 2 ബാറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന ഇൻഡുവിൽ ക്ലോസ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ച് പോവും. ഇതൊരു സൂപ്പർ ടെക്നിക്കാണ്. ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു സെറ്റിങ്സാണ്. അറിയാത്തതായി ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്പെടും. ഒരേ സമയം മൾട്ടി ടാസ്കറായിട്ട് നമുക്കിതെങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അറിഞ്ഞ അറിവുകൾ മധുരമെങ്കിൽ അറിയാത്ത അറിവുകൾ അതിമധുരമെന്ന ആ പഴഞ്ചൊല്ലുമായി ഇന്നത്തേക്ക് വീണ്ടും ഞാൻ വിട പറയുന്നു. ഒരു പുത്തൻ അറിവുമായി ടിപ്ടോക്ക് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.